നമസ്കാരം. പ്രധാന വാർത്തകൾ. ഓണക്കാല സ്പെഷ്യൽ ഡ്രൈവ്. പാലക്കാട് ജില്ലയിൽ രജിസ്റ്റർ ചെയ്തത് 195 അബ്കാരി കേസുകളും 78 മയക്കുമരുന്ന് കേസുകളും. കേസുകളുമായി ബന്ധപ്പെട്ട് 231 പ്രതികൾ അറസ്റ്റിൽ. സ്വകാര്യ സർവകലാശാല ബിൽ അനന്തമായി നീളുന്നത് ഗവർണർ ഒപ്പിടാത്തതാണെന്നും ഇത് സംബന്ധിച്ച കേസ് കോടതിയിൽ തുടരുകയാണെന്നും മന്ത്രി ആർ ബിന്ദു. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഭാവി മുൻനിർത്തി 2031 കോട്ടയത്ത് വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിക്കുമെന്നും മന്ത്രി. സെമിനാറിൽ സമ്പൂർണ്ണവും സൗജന്യവുമായ ഇന്റേൺഷിപ്പ്, പെയ്ഡ് ഇന്റേൺഷിപ്പും സംഘടിപ്പിക്കുമെന്നും ആർ ബിന്ദു. ഒറ്റപ്പാലത്ത് വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപിച്ച് മുസ്ലിം ലീഗ്. നഗരത്തിൽ പ്രതിഷേധ സദസ്സ്. CPM നിർദ്ദേശപ്രകാരം അന്തിമ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടിന് നഗരസഭാ സെക്രട്ടറി കൂട്ടുനിന്നെന്നും ലീഗ് നേതാക്കൾ. തിരഞ്ഞെടുപ്പ് ജയിക്കാൻ എന്ത് നെറുകേടിനും മടിയില്ലാത്ത പാർട്ടിയാണ് CPM എന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം. വേടനെതിരായ പരാതികളും വിവാദങ്ങളും കുടുംബത്തെ ബാധിച്ചെന്ന് സഹോദരൻ ഹരിദാസ് മുരളി. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് ഗൂഢാലോചനയുണ്ടെന്ന സംശയത്തെ തുടർന്ന്. വേടൻ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം ചിലരെ അസ്വസ്ഥരാക്കുന്നു. നിയമ പോരാട്ടം തുടരുമെന്നും ഹരിദാസ് മുരളി. നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ മങ്കര വാതക ശ്മശാനം യാഥാർത്ഥ്യത്തിലേക്ക്. പദ്ധതി പ്രാവർത്തികമാകുന്നത് 2016 KV വിജയദാസ് MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 45 ലക്ഷം രൂപ ചെലവഴിച്ച്. ഏറെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഷൊർണൂർ കുളപ്പുള്ളി പാതയിലെ കുഴികളിൽ ടാറിംഗ് പ്രവൃത്തികൾക്ക് തുടക്കം. സംഗീതസാഗരം തീർക്കാൻ ഒരുങ്ങി ചെമ്പൈ ഗ്രാമം. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ 129ാം ജന്മദിനാഘോഷം സെപ്റ്റംബർ 13, 14 തീയതികളിൽ. സംഗീത സംഗമത്തിൽ പങ്കെടുക്കുന്നത് 200-ൽ പരം ഗായകർ. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കാളികൾ. ആഘോഷങ്ങൾ ഏതുമാകട്ടെ, വിളിപ്പുറത്തെത്തും ഷൊർണൂർ കുടുംബശ്രീയുടെ റെഡ്മി ടീം. ടീമിൽ ഷൊർണൂർ നഗരസഭയുടെ വിവിധ വാർഡുകളിൽ നിന്നായി 20 കുടുംബശ്രീ അംഗങ്ങൾ. സംരംഭം പാലക്കാട് ജില്ലയിൽ തന്നെ ആദ്യത്തേത്. ഓണക്കാലത്ത് സ്പെഷ്യൽ ഡ്രൈവ് കാലയളവിൽ പാലക്കാട് ജില്ലയിൽ രജിസ്റ്റർ ചെയ്തത് 195 അബ്കാരി കേസുകളും 78 മയക്കുമരുന്ന് കേസുകളും. കേസുകളുമായി ബന്ധപ്പെട്ട് 231 പ്രതികൾ അറസ്റ്റിൽ. വിവിധ വകുപ്പുകളുടെ സഹായത്തോടെ കർശന പരിശോധന തുടരുമെന്ന് പാലക്കാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ. അബ്കാരി കേസുകളിലായി 650 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യവും 95 ലിറ്റർ ചാരായവും 8264 ലിറ്റർ വാഷും 22 ലിറ്റർ അന്യസംസ്ഥാന വിദേശമദ്യവും 10 ലിറ്റർ കള്ളും 2 ലിറ്റർ വ്യാജമദ്യവും 6.5 ലിറ്റർ ബീറുമാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. മയക്കുമരുന്ന് കേസുകളിൽ 33 കിലോഗ്രാം കഞ്ചാവും 216 എണ്ണം കഞ്ചാവ് ചെടികളും 1183 ഗ്രാം ഹാഷിഷ് ഓയിലും 466 ഗ്രാം മെത്താഫിറ്റമിൻ, 11 ഗ്രാം നൈട്രോസപ്പാം ടാബ്ലറ്റ് എന്നിവയും പിടിച്ചെടുത്തവയിൽപ്പെടുന്നതാണ്. പുകയില ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് 1052 കേസുകൾ കണ്ടെത്തി. ഈ കേസുകളായി 96 കിലോഗ്രാം പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. 1451 കള്ളുഷാപ്പുകളും 110 ബാറുകളും പരിശോധന നടത്തി. ഇതിൽ 317 കള്ള് സാമ്പിളുകളും 47 ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യ സാമ്പിളുകളും ശേഖരിച്ചിട്ടുണ്ട്. തുടർന്നും ശക്തമായ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും കള്ളുഷാപ്പുകൾ ഉൾപ്പെടെ ലൈസൻസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ പ്രത്യേകം നിരീക്ഷിക്കുന്നതിനും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, പോലീസ്, റവന്യൂ, ഫോറസ്റ്റ് തുടങ്ങിയ വകുപ്പുകളുമായി ചേർന്ന് കൂടുതൽ സംയുക്ത പരിശോധന നടത്തുന്നതിനും ഇതിനു പുറമെ പോലീസ്, ഡോഗ് സ്ക്വാഡും എക്സൈസും സംയുക്തമായി എല്ലാ ചെക്ക് പോസ്റ്റുകളിലും റെയിൽവേ സ്റ്റേഷനുകളും പാർസൽ കൊറിയർ സർവീസ് തുടങ്ങിയ കേന്ദ്രങ്ങളിലും പരിശോധന നടത്തുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. പാലക്കാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ PK സതീഷ് ഇതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സ്വകാര്യ സർവകലാശാല ബിൽ ഗവർണർ ഒപ്പുവെച്ചിട്ടില്ല എന്ന് മന്ത്രി ആർ ബിന്ദു. ബിൽ അനന്തമായി നീണ്ടുപോവുകയാണെന്നും ഇത് സംബന്ധിച്ച കേസ് കോടതിയിൽ തുടരുന്നതായും മന്ത്രി വ്യക്തമാക്കി. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഭാവി മുൻനിർത്തി 2031 കോട്ടയത്ത് വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിക്കുമെന്നും ഇതിന്റെ ഭാഗമായി സമ്പൂർണ്ണവും സൗജന്യവുമായി ഇന്റേൺഷിപ്പും പെയ്ഡ് ഇന്റേൺഷിപ്പ് സംവിധാനവും ഒരുക്കുമെന്ന് മന്ത്രി തൃശൂരിൽ പറഞ്ഞു. AI സാങ്കേതിക വിദ്യകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പഠനത്തിന് പരിശീലനം നൽകാൻ സർവകലാശാലകൾ നടപടി സ്വീകരിക്കും. പരാതി പരിഹാര സംവിധാനങ്ങൾ ഊർജിതമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ബിരുദ പ്രോഗ്രാമുകളുടെ പുനഃസംഘടന ബന്ധപ്പെട്ട് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകൾ കൂടുതൽ സജ്ജമാക്കും. ഇന്റേൺഷിപ്പ് പോർട്ടൽ ഉടൻ സജ്ജമാകും. സൗജന്യ ഇന്റേൺഷിപ്പ്, സ്റ്റൈഫൻഡ് ഇന്റേൺഷിപ്പ്, പെയ്ഡ് ഇന്റേൺഷിപ്പ് എന്നിങ്ങനെയാണ് ഇന്റേൺഷിപ്പുകൾ ഉണ്ടാവുക. ഇന്റേൺഷിപ്പ് പോർട്ടൽ സംവിധാനം വിദ്യാർത്ഥികൾക്കായി ഒരുക്കും. സമ്പൂർണ്ണവും സൗജന്യവുമായ ഇന്റേൺഷിപ്പും പെയ്ഡ് ഇന്റേൺഷിപ്പ് സംവിധാനവും ഇതിന്റെ ഭാഗമായി ഒരുക്കും. തയ്യാറാക്കിയിട്ടുള്ളത് 3 തരത്തിലുള്ള ഇന്റേൺഷിപ്പ് സൗകര്യങ്ങൾ അതിലൂടെ ലഭ്യമാകും. സമ്പൂർണ്ണമായും സൗജന്യമായുള്ള ഇന്റേൺഷിപ്പ്, സ്റ്റൈപ്പൻഡോട് കൂടിയിട്ടുള്ള ഇന്റേൺഷിപ്പ്, പെയ്ഡ് ഇന്റേൺഷിപ്പ്, അതായത് അങ്ങോട്ട് പണം കൊടുത്തുള്ള ഇന്റേൺഷിപ്പ്, അങ്ങനെ 3 തരത്തിലുള്ള ഇന്റേൺഷിപ്പുകൾ വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന്
വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകുന്ന തരത്തിലാണ് ആ ഇൻറ്റേൺഷിപ്പ് പോർട്ടൽ തയ്യാറാക്കുന്നത്. പിന്നെ PG BVoc പ്രോഗ്രാമുകളുടെ കരിക്കുലം പരിഷ്കരിക്കാനും അടിയന്തരമായിട്ട് സർവകലാശാലകൾ നടപടികൾ സ്വീകരിക്കും. വിഷൻ 2031-1 എന്ന പേരിൽ വിദ്യാഭ്യാസ സെമിനാർ കോട്ടയത്ത് വെച്ച് സംഘടിപ്പിക്കും. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഭാവി മുൻനിർത്തിയാണ് സെമിനാർ സംഘടിപ്പിക്കുക. സ്വകാര്യ സർവകലാശാല ബിൽ ഗവർണർ ഒപ്പുവച്ചിട്ടില്ല. അത് സംബന്ധിച്ച് കോടതിയിൽ കേസ് നടക്കുന്നെന്നും മന്ത്രി പറഞ്ഞു. അതിപ്പോൾ അനന്തമായിട്ട് നീണ്ടുപോവല്ലേ. അത് സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ ഒരു കേസ് നടന്നു വരികയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വോട്ടർ പട്ടിക ക്രമക്കേടിനെതിരെ ഒറ്റപ്പാലത്ത് മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രതിഷേധ സദസ്സ് നടത്തി. IUML പാലക്കാട് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം സദസ്സ് ഉദ്ഘാടനം ചെയ്തു. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപിച്ച് കഴിഞ്ഞ ദിവസം തന്നെ മുസ്ലിം ലീഗ് നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. CPM-ന് വേണ്ടി വോട്ടർ പട്ടികയിൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വ്യാപക ക്രമക്കേട് നടത്തിയെന്നാണ് ലീഗിന്റെ പ്രധാന ആരോപണം. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് ഒറ്റപ്പാലത്ത് ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്ക് സ്വതന്ത്രമായി വോട്ട് ചെയ്യാൻ അവകാശമുണ്ടാവുമ്പോൾ അവരത് ഉപയോഗപ്പെടുത്തും. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ദുഃഖിക്കേണ്ടി വരുമെന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഞാൻ വളരെ തിരക്ക് പിടിച്ച നമ്മുടെ സമ്മേളനമാണ്. സെപ്റ്റംബർ 25, 26, 27 നമ്മുടെ സമ്മേളനമാണ്, ജില്ലാ സമ്മേളനമാണ്. അതിൻ്റെ പ്രചരണ വാഹന ജാഥ വെള്ളിയാഴ്ച അത് ഇതിൻ്റെ തുടക്കം കുറിക്കുകയാണ്. ഞാൻ അതിൻ്റെ തിരക്കിലായിരുന്നു. പക്ഷേ കാസിമും ജലീലും വിളിച്ചപ്പോൾ ഈ വിഷയവും പറഞ്ഞപ്പോൾ ഒറ്റപ്പാലമായതുകൊണ്ട് എനിക്ക് അഭേദ്യ ബന്ധമുള്ള ഒരു പ്രദേശം എന്നുള്ള നിലയിൽ ഈ ജനാധിപത്യ ധ്വംസനം അതിൽ ജില്ലാ മുസ്ലിം ലീഗിന് അതിൽ പ്രതിഷേധമുണ്ട് എന്നുകൂടി അറിയിക്കുന്നതിന് വേണ്ടിയാണ്. മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് PMA ജലീൽ അധ്യക്ഷത വഹിച്ചു. PP മുഹമ്മദ് കാസിം, M ഉമ്മർ ഫാറൂഖ്, മാമുകോയ തറമ്മൽ, M മുഹമ്മദ് മാസ്റ്റർ, ഫൗസിയ ഹനീഫ, ആമിന സമീർ, K നുസ്രത്ത്, TT സിയാദ്, P അഷ്റഫ്, P കാസിം, MV അബൂബക്കർ, K ഷമീർ, K ഷറഫുദ്ദീൻ, K അബ്ദുൽ ഖാദർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വേടനെതിരെ ഉയരുന്ന പരാതികൾക്ക് പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതെന്ന് സഹോദരൻ ഹരിദാസ് മുരളി. വേടനെതിരായ പരാതികളും വിവാദങ്ങളും കുടുംബത്തെ ബാധിച്ചെന്നും വാടക വീട്ടിൽ പോലും സ്വൈര്യമായി ജീവിക്കാനാകാത്ത അവസ്ഥയാണെന്നും ഹരിദാസ് മുരളി തൃശൂരിൽ പറഞ്ഞു. കേസിന് പുറകെ കേസായി പുതിയ പരാതികൾ വരികയാണ്. ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന അന്നും പരാതികളുണ്ടായെന്ന് ഹരിദാസ് മുരളി പറഞ്ഞു. ഇതിനെല്ലാം പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. ആരെങ്കിലുമൊക്കെ തങ്ങളെ ലക്ഷ്യം വയ്ക്കുന്നുണ്ടോ എന്ന സംശയമുണ്ട്. അക്കാര്യം കൂടി അറിയുന്നതിനാണ് പരാതി. സാധാരണക്കാരൻ എന്ന നിലയിൽ വലിയ പേടിയുണ്ട്. പേടിയെ തുടർന്നുകൂടിയാണ് പരാതി നൽകിയത്. വേടനെതിരായ പരാതികളും വിവാദങ്ങളും കുടുംബത്തെ ബാധിച്ചു. വാടക വീട്ടിൽ പോലും സ്വൈരമായി ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അച്ഛൻ 2 തവണ ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞയാളാണ്. അനിയത്തിയോടും നിരവധി ആളുകളാണ് ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നത്. വേടൻ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം തന്നെയാണ് ഇതിന് പിന്നിലെന്നാണ് കരുതുന്നത്. തീർച്ചയായും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം തന്നെയാണ്. പിന്നെ റീസെൻ്റ്ലി ഇപ്പോൾ അദ്ദേഹം വന്നിരിക്കുന്ന പീക്കും കാര്യങ്ങളൊക്കെ അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വന്നതായിരിക്കും. പിന്നെ അദ്ദേഹം പറയുന്ന രാഷ്ട്രീയം നമുക്ക് എല്ലാവർക്കും അറിയാലോ. നമ്മൾ ഒരിക്കലും ഇന്നത്തെ തലമുറ അറിയരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കൂട്ടം ആളുകൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ തന്നെയായിരിക്കും ഇതിൻ്റെ പുറകിലെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. വേടന് ലഭിക്കുന്ന പിന്തുണ കൊണ്ടാണ് തങ്ങൾ നിലനിന്നു പോകുന്നത്. അമ്മമാരും കുടുംബങ്ങളും ഒരു സമൂഹവും ഒന്നാകെ വീടിനെ പിന്തുണയ്ക്കുന്നുണ്ട്. വേടനെതിരായ പരാതിയെക്കുറിച്ചും തങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. ഇക്കാര്യം കൂടി മുൻനിർത്തിയാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതെന്നും നിയമ പോരാട്ടം നടത്തി വിജയിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഹരിദാസ് മുരളി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മങ്കരയിലെ വാതക ശ്മശാനം ഉദ്ഘാടനത്തിന് ഒരുങ്ങിയതോടെ ജനങ്ങളുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് വിരാമമാകുന്നു. 2016 KV വിജയദാസ് MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 45 ലക്ഷം രൂപ ചെലവിലാണ് പദ്ധതിയുടെ പൂർത്തീകരണം. സാങ്കേതിക പ്രശ്നങ്ങളിൽപ്പെട്ട് 9 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. നീണ്ട 9 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ശ്മശാനം പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിനൊരുങ്ങി നിൽക്കുന്നത്. പുതിയ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലഘട്ടത്തിലാണ് ഒട്ടേറെ പ്രതിസന്ധികളെ തരണം ചെയ്ത് വാതക ശ്മശാനം പൂർത്തീകരിച്ച് തുറന്നു നൽകാൻ നടപടിയായതെന്ന് മങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് പറഞ്ഞു. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായതായും പൊല്യൂഷൻ അനുമതിയും ലഭ്യമായതായും അടുത്ത മാസം ആദ്യവാരം തന്നെ ഉദ്ഘാടനം നടത്താനാകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. മങ്കര കാളികാവ് ശ്മശാനത്തിലേക്കുള്ള റോഡും കഴിഞ്ഞ ദിവസം കോൺക്രീറ്റിൽ പൂർത്തിയായതോടെ യാത്രാക്ലേശത്തിനും പരിഹാരമായതായി പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ശ്മശാനം
നടത്തിപ്പിനുള്ള കൊട്ടേഷൻ ക്ഷണിച്ചതായും അറിയിച്ചു. CCTV അടക്കമുള്ള ആധുനിക സൗകര്യങ്ങളോടെയാണ് മങ്കര കാളികാവിലെ വാതക ശ്മശാനം പൂർത്തീകരിച്ചിട്ടുള്ളത്. പദ്ധതി ഉദ്ഘാടനം കഴിയുന്നതോടെ മങ്കര, മണ്ണൂർ, പറളി, പെരിങ്ങോട്ടുകുറിശി, കോട്ടായി, കേരളശ്ശേരി എന്നീ പഞ്ചായത്തുകളിലുള്ളവർക്ക് പ്രയോജനകരമാകും. പലരും വിദൂരങ്ങളിലാണ് സംസ്കാരത്തിനായി കൊണ്ടുപോയിരുന്നത്. ഈ പുതിയ ഭരണസമിതി 2020 അധികാരമേറ്റെടുത്തത്, അതിനുശേഷം ഒട്ടനവധി കടമ്പകൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കടക്കേണ്ടതായി വന്നിട്ടുണ്ട്. അവയെല്ലാം തന്നെ ഇന്ന് പരിഹരിക്കപ്പെട്ട് നമുക്ക് ലൈസൻസ് ലഭ്യമാക്കിയിരിക്കുകയാണ്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്ന് ഉൾപ്പെടെ ഉള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇന്നത്തെ പത്രത്തിൽ ഇത് നടത്തിപ്പിന് വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള കൊട്ടേഷൻ ക്ഷണിക്കുക കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത മാസം ആദ്യം ഈ വാതക ശ്മശാനം തുറന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ട എല്ലാ നടപടികളും പൂർത്തിയാക്കിയിരിക്കുകയാണ്. എന്തായാലും 2016 തറക്കല്ലിട്ട് ഇപ്പോഴെങ്കിലും അത് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. ഈ ഭരണസമിതി ആ കാര്യത്തിൽ എടുത്ത ശുഷ്കാന്തി, അന്ന് ഉദ്യോഗസ്ഥന്മാർ അതിന് കാട്ടിയ ഒരു താല്പര്യം വളരെ വലുതാണ്. ഉദ്ഘാടനം എന്തായാലും അടുത്ത മാസം ആദ്യം നടക്കുന്നതാണ്. ഉദ്ഘാടനത്തിന്റെ മുന്നോടിയായി പഞ്ചായത്ത് പ്രസിഡന്റ് ഗോകുൽദാസ് ശ്മശാനം സന്ദർശിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കുളപ്പള്ളി ഷൊർണൂർ പാതയിൽ കുഴികളിലെ ടാറിംഗ് പ്രവൃത്തികൾക്ക് മുന്നോടിയായുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഇതോടെ മേഖലയിൽ പൊടിശല്യത്തിന് പരിഹാരമാകും. പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ PWD അധികൃതർ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുകയായിരുന്നു. ടാറിംഗ് പ്രവൃത്തികൾ അടുത്ത ആഴ്ച തുടങ്ങിയേക്കും. പ്രതിഷേധങ്ങൾ വീണ്ടും കനത്തതോടെ PWD അധികൃതരും പിന്നോട്ടില്ല. നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ തന്നെ തീരുമാനം. കുളപ്പള്ളി ഷൊർണൂർ പാതയിലെ ശോചനീയാവസ്ഥയും പൊടിശല്യവും രൂക്ഷമായ സാഹചര്യത്തിലാണ് തീരുമാനം. ഓണം കഴിഞ്ഞ് മഴ മാറിയെന്നോടെയാണ് ടാറിംഗ് പ്രവൃത്തികൾക്ക് മുന്നോടിയായുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ക്വാളിറ്റിയുള്ള ബിറ്റുമിൻ എമൽഷൻ പാതയിൽ സ്പ്രേ ചെയ്യുന്ന പ്രാരംഭ പ്രവർത്തനങ്ങളാണ് വ്യാഴാഴ്ച മുതൽ ആരംഭിച്ചിരിക്കുന്നത്. ഇതോടെ മേഖലയിലെ പൊടിശല്യത്തിനും പരിഹാരമാകും. ഓണത്തിനു മുൻപ് കുഴികളിൽ മെറ്റലിംഗ് നടത്തി ഉറപ്പിച്ച ഭാഗങ്ങളിലാണ് ഇപ്പോൾ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. മഴയില്ലെങ്കിൽ അടുത്ത ആഴ്ചയിൽ ടാറിംഗ് പ്രവൃത്തികൾ ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. PWD അധികൃതരുടെ നേതൃത്വത്തിലാണ് പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. നേരത്തെ റോഡ് തകർച്ചയ്ക്കും പൊടിശല്യത്തിനുമെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഷൊർണൂർ MLA P മമ്മിക്കുട്ടിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ചിലവഴിച്ചാണ് തകർച്ച നേരിട്ട ഭാഗങ്ങളിൽ നവീകരണ പ്രവൃത്തികൾ നടപ്പാക്കുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കർണാടക സംഗീത ചക്രവർത്തി ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ 129ാമത് ജന്മദിനാഘോഷത്തിനൊരുങ്ങി ചെമ്പൈ ഗ്രാമം. 2 ദിവസങ്ങളിലായി നടക്കുന്ന സംഗീതോത്സവത്തിൽ 200-ലധികം ഗായകർ സംഗമിക്കും. സംഗീതോത്സവം സെപ്റ്റംബർ 13, 14 ശനി, ഞായർ ദിവസങ്ങളിലായി ആണ് നടക്കുക. ചടങ്ങിൽ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും പങ്കെടുക്കും. ശനിയാഴ്ച ഉച്ചയ്ക്ക് 3-ന് മഞ്ചേരി സ്വാതി തിരുനാൾ സംഗീത ഗുരുകുലം വിദ്യാർത്ഥികളുടെ സംഗീതാരാധനയോടെ തുടക്കമാകും. കണ്ണൂർ ചെമ്പൈ സംഗീത ഭവനിലെയും തൃശൂർ വലപ്പാട് ത്യാഗരാജ സഭയിലെ യുവ സംഗീതജ്ഞരുടെയും സംഗീതാലാപനമുണ്ടായിരിക്കും. വൈകുന്നേരം 6:30-ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനിമോൾ സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്യും. ലക്കിടി കുഞ്ചൻ സ്മാരക സമിതി ചെയർമാൻ K ജയദേവൻ അധ്യക്ഷത വഹിക്കും. പ്രമുഖ വ്യവസായി ഡോക്ടർ സിദ്ദീഖ് അഹമ്മദ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. വൈകിട്ട് 7-ന് അഭിനയം ഉണ്ണിയും സംഘവും സംഗീത കച്ചേരി നടത്തും. 14-ന് ഞായറാഴ്ച രാവിലെ ചെമ്പൈ വിദ്യാപീഠം അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് സംഗീതാർച്ചന. 11:30-ന് ഡോക്ടർ മാലിനി ഹരിഹരൻ്റെ കച്ചേരി. ഉച്ചയ്ക്ക് 12:15-ന് ചെമ്പൈ വിദ്യാപീഠത്തിൻ്റെ 39ാം വാർഷിക സമ്മേളനം മുൻമന്ത്രി AK ബാലൻ ഉദ്ഘാടനം എന്നിവ നടക്കും. PP സുമോദി MLA അധ്യക്ഷത വഹിക്കും. VK ശ്രീകണ്ഠൻ MP മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഉച്ചയ്ക്ക് 1-ന് മണ്ണൂർ MP രാജകുമാരനുണ്ണിയും സംഘവും അവതരിപ്പിക്കുന്ന കച്ചേരിക്കു ശേഷം സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമായി 200-ൽ പരം യുവ സംഗീതജ്ഞർ സംഗീതാലാപനം നടത്തുമെന്നും പക്കവാദ്യക്കാരായി അറിയപ്പെട്ട നിരവധി പേർ പങ്കെടുക്കുമെന്നും ദ്വിദിന ചെമ്പൈ ജയന്തി ആഘോഷ കമ്മിറ്റി ചെയർമാൻ ചെമ്പൈ സുരേഷ്, സെക്രട്ടറി കീഴത്തൂർ മുരുകൻ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ആഘോഷങ്ങൾ ഏതുമാകട്ടെ, വിളിപ്പുറത്തെത്തും ഷൊർണൂർ കുടുംബശ്രീയുടെ റെഡ് മീറ്റിംഗ്. ടീമിൽ ഷൊർണൂർ നഗരസഭയുടെ വിവിധ വാർഡുകളിൽ നിന്നായി 20 കുടുംബശ്രീ വനിതകൾ. പാലക്കാട് ജില്ലയിൽ ആദ്യമായാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു സംരംഭം. ആഘോഷങ്ങൾക്കുള്ള പാചകം, വധുവിനെ ഒരുക്കാനുള്ള ബ്യൂട്ടീഷ്യൻ, വാഹനങ്ങൾ, കലാപരിപാടികൾ തുടങ്ങി ഭക്ഷണം വിളമ്പി നൽകാനും വീട് വൃത്തിയാക്കലും ട്രാഫിക് നിയന്ത്രണങ്ങളും ഉൾപ്പെടെ എന്തുമാകട്ടെ എല്ലാം ഒരു കുടക്കീഴിൽ ലഭ്യമാണ്. ഷൊർണൂർ നഗരസഭയുടെ കുടുംബശ്രീയുടെ പുതിയ സംരംഭമാണ് റെഡ്മി ഇവന്റ് മാനേജ്മെന്റ്. ഷൊർണൂർ നഗരസഭയിലെ വിവിധ വാർഡുകളിൽ നിന്നും തെരഞ്ഞെടുത്ത 20 കുടുംബശ്രീ വനിതകളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. സാധാരണക്കാർക്ക് ആവശ്യമായ എല്ലാ സേവനങ്ങളും ഒരുക്കി മുന്നേറുന്ന ഷൊർണൂർ കുടുംബശ്രീ CDS ചലനം മെന്റർഷിപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമായി രൂപീകരിച്ച പുതിയ സംരംഭമാണ് റെഡ്മി ഇവന്റ് മാനേജ്മെന്റ്. പാലക്കാട് ജില്ലയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു കുടുംബശ്രീ സംരംഭത്തിന് തുടക്കം കുറിക്കുന്നത്.
ഇത്തരത്തിൽ ഒരു ആശയം മുന്നോട്ട് വച്ചപ്പോൾ കുടുംബശ്രീ വനിതകളായ 50 പേർ നഗരസഭയിലെത്തിയിരുന്നു. ഇതിൽ നിന്നും പ്രത്യേകം തിരഞ്ഞെടുത്ത കുടുംബശ്രീ അയൽക്കൂട്ട അംഗങ്ങളായ 20 വനിതകളാണ് പുതിയ സംരംഭത്തിന് നേതൃത്വം നൽകുന്നത്. ഇവർക്ക് ആവശ്യമായ പരിശീലനം കുടുംബശ്രീ മുഖേനയാണ് ലഭ്യമാക്കിയിട്ടുള്ളത്. ഭക്ഷണം വിളമ്പി നൽകുക എന്നതാണ് നിലവിൽ ഇവർ ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഓണം സംബന്ധമായിട്ട് ഭക്ഷണം വിളമ്പി കൊടുത്തിട്ടാണ് ഇപ്പോൾ ആദ്യമായിട്ട് ആരംഭിച്ചത്. ഇനി വീട് ക്ലീനിങ്, പിന്നെ കുക്കിങ്, പിന്നെ സെക്യൂരിറ്റി, അങ്ങനെ എല്ലാ കല്യാണങ്ങളുടെ എല്ലാതും, പിന്നെ വീടുകൾ കൂട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് അവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കുക. പിന്നെ അങ്ങനെ പല ഓർഡറുകളും ഞങ്ങൾ സ്വീകരിക്കുന്നതാണ്. ഞങ്ങളുടെ മുനിസിപ്പാലിറ്റി ചെയർമാൻ, പിന്നെ CDSലെ സിന്ധു ചേച്ചി, പിന്നെ ചലന മെമ്പർഷിപ്പിലെ മിനി മാഡം, മനസാറ്, ഇവരുടെയൊക്കെ പിന്തുണയോടെയാണ് ഇപ്പോൾ ഞങ്ങൾ മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചത്. കൃത്യമായി പാചക പരിശീലനം നൽകലാണ് അടുത്ത ലക്ഷ്യം. വിജയകരമായി സംരംഭത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ ജോയിന്റ് അക്കൗണ്ട് തുടങ്ങി 20 അംഗങ്ങൾക്ക് കൂടുതൽ വേതനം നൽകാനും കൂടാതെ ഒരു ഓഫീസ് തുറന്ന് പ്രവർത്തനം ആരംഭിക്കാനും നഗരസഭ ആലോചിക്കുന്നുണ്ട്. ചലനത്തിന്റെ ഭാഗമായി നമ്മൾ വനിതകൾക്ക് കൂടുതൽ സംരംഭകരെ സൃഷ്ടിക്കുക എന്നുള്ള, സ്വയം വരുമാനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ റെഡ്മി കൊണ്ടുവന്നിരിക്കുന്നത്. റെഡ്മി ഏതൊരു ആവശ്യത്തിന് വിളിച്ചാലും റെഡ്മി ഒപ്പം നമ്മളോടൊപ്പം ഉണ്ടാകും. മറ്റ് സ്ഥാപനങ്ങളെക്കാൾ വളരെ മിതമായ നിരക്കിലാണ് റെഡ്മിക്കാർ സേവനങ്ങൾ അനുഷ്ഠിക്കുന്നത്. സേവനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലെ ഒരു കല്യാണം തുടക്കം മുതൽ അവസാനം വരെ നമ്മുടെ റെഡ്മി ചെയ്തു കൊടുക്കും. കല്യാണ പെണ്ണിന് വധുവിനെ ഒരുക്കുന്നത് മുതൽ സദ്യ, അതുപോലെ തന്നെ വാഹനം, അങ്ങനെ എന്തൊരു കാര്യത്തിനുമായാലും നമ്മുടെ റെഡ്മി ഒപ്പമുണ്ടാകും. കഴിഞ്ഞ ദിവസം നഗരസഭയിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ റെഡ്മി ഇവന്റ് മാനേജ്മെന്റിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് നിർവഹിച്ചിരുന്നു. ഈ ചടങ്ങിൽ വെച്ച് തന്നെ 20 അംഗങ്ങൾക്കുള്ള അംഗത്വ ബാഡ്ജുകളും ചെയർമാൻ വിതരണം ചെയ്തിരുന്നു. തുടക്കം മുതലേ റെഡ്മി ഇവന്റ് മാനേജ്മെന്റിന് വർക്ക് ഓർഡറുകൾ ലഭിച്ചു തുടങ്ങി എന്നാണ് അംഗങ്ങൾ പറയുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മെഡിസെപ്പ് പ്രീമിയം തുക വർദ്ധിപ്പിക്കരുതെന്ന് KSSPA പാലക്കാട് ജില്ലാ നേതൃയോഗം ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയെ GSTയിൽ ഒഴിവാക്കിയതിനാൽ സർവീസ് പെൻഷൻകാരുടെ മെഡിസെപ്പ് പ്രീമിയം തുക വർദ്ധിപ്പിക്കാനുള്ള നീക്കം സർക്കാർ ഉപേക്ഷിക്കണമെന്നും പാലക്കാട് ചേർന്ന യോഗം ആവശ്യപ്പെട്ടു. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിലയിരുത്തേണ്ടത്, കേരള KSSPA എന്ന് പറഞ്ഞ പ്രക്ഷോഭ സംഘടന ഇന്ന് കേരള സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ പെൻഷൻ സംഘടനകളിലൊന്നായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ ഉയർത്തുന്ന ഡിമാൻഡുകൾ, നമ്മൾ ഉയർത്തുന്ന ആവശ്യങ്ങൾ പെൻഷൻ സമൂഹം അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു, അംഗീകരിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് നമ്മൾ നടത്തുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഈ മിന്നുന്ന വിജയം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. നമുക്കറിയാം, ഒട്ടനവധി ആവശ്യങ്ങൾ നമ്മൾ ഉന്നയിച്ച 6-7 വർഷങ്ങളായി, 8-9 വർഷങ്ങളായി നമ്മൾ ഉന്നയിക്കുന്ന ഒട്ടനവധി ആവശ്യങ്ങൾ. സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. ബാലൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് K. ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KAM റഷീദ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. പോൾ, M. ഉണ്ണികൃഷ്ണൻ, പുത്തൂർ രാമകൃഷ്ണൻ, A. ഗോപിനാഥൻ, R. മണി, V. ആന്റണി, KK ശൈലജ, CT രമണി, ജമീല റഷീദ്, K. നാരായണൻ, പോൾ P. ആലീസ്, PD ഗ്രേസി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ വെട്ടുകാട് ഏഴാംകല്ലിൽ വിദേശമദ്യവുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ. പുത്തൂർ ഏഴാംകല്ല് സ്വദേശി 45 വയസ്സുള്ള സന്തോഷിനെയാണ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ NR രാജുവിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. പ്രതിയിൽ നിന്ന് 500 മില്ലി ലിറ്ററിന്റെ 18 കുപ്പി വിദേശമദ്യം പിടികൂടി. രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സന്തോഷ് കുടുങ്ങിയത്. വെട്ടുകാട് നാലുകെട്ട് ഭാഗത്ത് വ്യാജ മദ്യവിൽപ്പന നടത്തുന്ന ഷൈജു എന്നയാൾക്ക് വിൽക്കാനായി വൻതോതിൽ മദ്യം എത്തിച്ചു നൽകുന്ന കണ്ണിയിലെ അംഗമാണ് സന്തോഷെന്ന് എക്സൈസ് പറഞ്ഞു. സന്തോഷിന്റെ മൊഴിപ്രകാരവും മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചും നടത്തിയ അന്വേഷണത്തിൽ ഷൈജുവിനെ കൂടി കേസിൽ പ്രതിയാക്കും. കോടതിയിൽ ഹാജരാക്കിയ സന്തോഷിനെ റിമാൻഡ് ചെയ്തു. ഗ്രേഡ് പ്രിവൻറ്റീവ് ഓഫീസർമാരായ ലത്തീഫ്, സിജോമോൻ, ബിജു നിധിൻ, മാധവൻ എന്നിവരും എക്സൈസ് സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കോങ്ങാട് കേരളശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചു. പോലീസ് കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് KPCC ആഹ്വാനമനുസരിച്ചായിരുന്നു മാർച്ച്. DCC മെമ്പർ CN ശിവദാസൻ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് TU മുരളീകൃഷ്ണൻ, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി TV രാമദാസ്, കേരളശ്ശേരി മണ്ഡലം പ്രസിഡന്റ് PR പങ്കജാക്ഷൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി UJ ഹരിഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. CPI യുടെ നേതാവ് പറയുന്നു എന്നെയും തല്ലിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയൊക്കെ എല്ലാവരും പറഞ്ഞത്
ഭരണത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി പലരും മിണ്ടാതിരുന്നു. പക്ഷേ സുജിത്ത് ധൈര്യപൂർവ്വം മുന്നോട്ട് വന്നപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, സുജിത്ത് ഒരു മാതൃകയായിട്ടുള്ള പൊതുപ്രവർത്തകനാണെന്ന് പറഞ്ഞത്. ആ പൊതുപ്രവർത്തകന്റെ മാതൃകയിലൂടെ ഈ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ പലർക്കും ഇപ്പൊ ധൈര്യമായി. പ്രതിഷേധ മാർച്ചിന് പഞ്ചായത്ത് മെമ്പർമാരായ PA കൃഷ്ണൻകുട്ടി, CO സദാനന്ദൻ, TA സഹദേവൻ, ബോബൻ കേരളശ്ശേരി, KS സലീം, PS സായ് പ്രശാന്ത്, CA കൃഷ്ണകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 10-ാം വാർഡിൽ 33-ാം നമ്പർ മേട് അംഗനവാടിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നു. മുഹമ്മദ് മൂസൻ MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 10-ാം വാർഡിലാണ് 33-ാം നമ്പർ മേട് അംഗനവാടിക്കായി പുതിയ കെട്ടിടം ഉയരുന്നത്. നിലവിൽ വർഷങ്ങളായി വാടക കെട്ടിടത്തിലാണ് അംഗൻവാടിയുടെ പ്രവർത്തനം. വാരണാസി വില്ലേജിന് സമീപം മേട് പ്രദേശത്ത് വാരണാസി സ്വദേശിയായ P ഗോവിന്ദൻകുട്ടി സൗജന്യമായി നൽകിയ 3.5 സെന്റ് സ്ഥലത്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. നിർമ്മാണോദ്ഘാടനം മുഹമ്മദ് മൂസൻ MLA നിർവഹിച്ചു. വളരെ നല്ല രീതിയിൽ അംഗൻവാടികൾ പ്രവർത്തിക്കുക എന്നത് ഇതിനാവശ്യമാണെങ്കിലും പലപ്പോഴും സൗകര്യങ്ങളുള്ള അംഗൻവാടികളുടെ അഭാവം വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള എല്ലാ അംഗൻവാടികൾക്കും കെട്ടിടമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. ഈ വാടനാകുറിശി പരിസര പ്രദേശത്ത് തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ കൂടി സഹായത്തോടു കൂടി 2 അംഗൻവാടികൾ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ ചിലവഴിച്ചാണ് അംഗൻവാടി നിർമ്മിക്കുന്നത്. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം AN നീരജ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പുഷ്പലത, ജലജ ശശികുമാർ, M രാമചന്ദ്രൻ, P ഗോവിന്ദൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. സൗജന്യമായി സ്ഥലം നൽകിയ P ഗോവിന്ദൻകുട്ടിയെ ചടങ്ങിൽ MLA പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു. വാർഡ് മെമ്പർ പ്രിയ പ്രശാന്ത് സ്വാഗതവും അംഗനവാടി ടീച്ചർ ലീല നന്ദിയും പറഞ്ഞു. മേട് അംഗൻവാടിക്ക് കൂടി പുതിയ കെട്ടിടം വരുന്നതോടുകൂടി വാർഡിലെ 3 അംഗൻവാടിക്കും പുതിയ കെട്ടിടമായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഇൻസൈറ്റ് അന്താരാഷ്ട്ര ഹ്രസ്വചിത്രമേള 14-15 തീയതികളിലായി പാലക്കാട് ലയൺസ് സ്കൂളിൽ സംഘടിപ്പിക്കും. ചലച്ചിത്ര മേഖലയിൽ AI സ്വാധീനം എന്ന വിഷയത്തിൽ ചർച്ചയും സംവാദവും ഉണ്ടാകുമെന്നും ഫെസ്റ്റിവൽ ഡയറക്ടർ KV വിൻസെന്റ് പാലക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 5 മിനിറ്റിൽ താഴെ ദൈർഘ്യമുള്ള 250-ലേറെ ചിത്രങ്ങളാണ് ഹ്രസ്വചിത്രമേളയിൽ പ്രദർശിപ്പിക്കുക. 5 മിനിറ്റിനും 1 മിനിറ്റിനും താഴെ ദൈർഘ്യമുള്ള ചിത്രങ്ങളാണ് മത്സര വിഭാഗത്തിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യൻ ചിത്രങ്ങൾക്ക് പുറമെ ഇറാൻ, ഇറാഖ്, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളിലെ ചിത്രങ്ങളും പ്രദർശിപ്പിക്കും. മത്സര ചിത്രങ്ങൾക്ക് പുറമെ ഇതുവരെ പ്രദർശിപ്പിച്ച ഇറാൻ ചിത്രങ്ങളും ഇൻസൈറ്റ് നിർമ്മിച്ച ചിത്രങ്ങളും പ്രദർശിപ്പിക്കും. 5 മിനിറ്റ് ദൈർഘ്യമുള്ള വിജയചിത്രത്തിന് ഗോൾഡൻ സ്ക്രീൻ അവാർഡ്, 1 മിനിറ്റ് ദൈർഘ്യമുള്ള വിജയചിത്രത്തിന് സിൽവർ സ്ക്രീൻ അവാർഡ് എന്നിവ സമ്മാനിക്കും. 1.5 ലക്ഷം രൂപയും ശില്പവുമാണ് മറ്റ് സമ്മാനങ്ങൾ. റണ്ണറപ്പാവുന്ന 5 ചിത്രങ്ങൾക്ക് 5000 രൂപ പ്രശസ്തിപത്രം എന്നിവ നൽകും. ഓരോ പ്രദർശനങ്ങൾക്ക് ശേഷവും ഓപ്പൺ ഫോറം നടക്കുമെന്നും KV വിൻസെന്റ് പറഞ്ഞു. ജനറൽ സെക്രട്ടറി മേതിൽ കോമളൻകുട്ടി, ട്രഷറർ മാണിക്കോത്ത് മാധവദേവ്, വൈസ് പ്രസിഡന്റ് CK രാമകൃഷ്ണൻ, V പത്മനാഭൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വരവൂർ കാർലിമുക്ക് ഷംസുൽ ഇസ്ലാം മദ്രസ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയും നിസാർ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി നബി ദിനാഘോഷത്തോടനുബന്ധിച്ച് മദീന മിലാദ് സംഗമവും അവാർഡ് ദാന ചടങ്ങും സംഘടിപ്പിച്ചു. ജാതിമത ഭേദമന്യേ നിരവധി പേർ പങ്കെടുത്തു. വരവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാബു ഉദ്ഘാടനം ചെയ്തു. നിസാർ ട്രസ്റ്റ് ചെയർമാൻ ഉസ്മാൻ ഹാജി അധ്യക്ഷത വഹിച്ചു. ഈ വർഷത്തെ പ്രഥമ നിസാർ സ്മാരക അവാർഡ് 80 വയസ്സുള്ള കൊട്ടലിൽ മുഹമ്മദ് ഹാജിക്ക് പൊന്നാടയും മൊമെൻ്റയും നൽകി ആദരിച്ചു. പൊതുപരീക്ഷയിൽ മുള്ളൂർക്കര റേഞ്ചിൽ നിന്ന് 1ാം സ്ഥാനം നേടിയ റിയ ഫർഹയ്ക്ക് സൈക്കിൾ നൽകിയാണ് അനുമോദിച്ചത്. ഗ്രാമപഞ്ചായത്ത് വാർഡംഗം പ്രദീപ്, ട്രസ്റ്റ് വൈസ് ചെയർമാൻ MA സൈദലവി, കോർഡിനേറ്റർ CH ഇബ്രാഹിം, ജംഷാദ് സഖാഫി, മറ്റ് ഭാരവാഹികളായ റഹീം, അബു താഹിർ, ഷാനവാസ്, ബഷീർ, മൊയ്തുണ്ണി, ബഷീർ, ഇസ്മായിൽ, കമറുദ്ദീൻ, റസാഖ്, ചെറിയക്കുട്ടി എന്നിവർ സംസാരിച്ചു. നാടാണ് നമ്മുടെ ഭാരതം. ആ ഭാരതത്തിനകത്ത് ജാതിയും മതവും പറഞ്ഞ് ഭിന്നിച്ചു നിൽക്കുന്ന സാഹചര്യം, ലോകരാജ്യങ്ങൾ നമ്മെ കാണുന്നത് മതേതരത്വത്തിന്റെ ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യ രാജ്യത്ത് ഇതുപോലുള്ള കൂട്ടായ്മകൾ എപ്പോഴും മനുഷ്യനെ ഏകോപിപ്പിക്കാനും ഒപ്പം നന്മ പറഞ്ഞു കൊടുക്കാനുമുള്ളതാകണം. ഞങ്ങളെല്ലാം ഞങ്ങളുടെ പൊതുരംഗത്തെ പ്രവർത്തനത്തിന്റെ ഭാഗമായി അത് തന്നെയാണ് കാക്ഷിക്കുന്നത്. അത് തന്നെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പരമാവധി പ്രചോദനങ്ങൾ നൽകുന്നത്.
ട്രസ്റ്റിനെ സംബന്ധിച്ച് നമുക്കൊരു പൊന്നുമോന്റെ ഓർമ്മയുടെ ഭാഗമായാണ് നമ്മുടെ ട്രസ്റ്റ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഈ 10 വർഷം എന്ന് പറയുന്നത് നിരവധിയായ ഞങ്ങൾക്ക് തന്നെ നിരവധിയായ പ്രവർത്തനങ്ങളിൽ ഇതിന്റെ ഭാഗമായി ഇവിടെ സന്നിഹിതരാകാൻ കഴിഞ്ഞ പൊതുപ്രവർത്തകരാണ്. അഷറഫ് മുസ്ലിയാർ സ്വാഗതവും ഷറഫുദ്ദീൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് മുഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ നേതൃത്വത്തിൽ മൗലൂദ് പാരായണവും കാളിയാറോഡ് ഫിർദൌസ് വാഫിയുടെ നേതൃത്വത്തിൽ മിസ്ബീർ ബുർദയും ഖവാലിയും നടന്നു. يا ربي صل على النبي محمد منجي الخلائق من جهنم في عدي. തുടർന്ന് പങ്കെടുത്ത എല്ലാവർക്കും അന്നദാനം നൽകിയാണ് പരിപാടികൾ അവസാനിച്ചത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കാഞ്ഞങ്ങാട് നടന്ന 57ാമത് സംസ്ഥാന ഷൂട്ടിംഗ് മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ പാറളി കിണാവല്ലൂർ സ്വദേശിയായ വിദ്യാർത്ഥി കണ്ണന് പ്രശസ്ത ഷൂട്ടിംഗ് താരം ഹംസ കൂറ്റനാടിന്റെ അനുമോദനം. പാറളിയിലെ വീട്ടിലെത്തിയാണ് ഹംസ കൂറ്റനാട് കണ്ണനെ ഉപഹാരം നൽകി അനുമോദിച്ചത്. 50 മീറ്റർ പ്രീ പിസ്റ്റൾ മത്സരത്തിൽ ISSF സീനിയർ വിഭാഗത്തിൽ 45 വയസ്സിന് താഴെയുള്ള മത്സരത്തിലാണ് കണ്ണൻ 2ാം സ്ഥാനം നേടിയത്. 25 മീറ്റർ സ്പോർട്സ് പിസ്റ്റൾ ISSF വിഭാഗത്തിൽ കണ്ണൻ 3ാം സ്ഥാനവും നേടിയിരുന്നു. വിദ്യാർത്ഥി പ്രായത്തിൽ തന്നെ തോക്കും തിരയും കൈവശം വയ്ക്കാനുള്ള അനുമതിയും 18കാരനായ കണ്ണന് ഇതിനകം ലഭിച്ചു കഴിഞ്ഞു. ചെറുപ്രായത്തിൽ വിമാനം പറത്തിയെന്ന അംഗീകാരവും കണ്ണന് സ്വന്തം. നിലവിൽ തൃശൂർ നവീസ് ഷൂട്ടിംഗ് ക്ലിനിക്കിലെ PR നവീനിൻ്റെ കീഴിലാണ് കണ്ണൻ പരിശീലനം നേടുന്നത്. എൻട്രൻസ് എഴുതിയ കണ്ണന് തിരുവനന്തപുരം ലോ കോളേജിലെ നിയമ പഠന വിദ്യാർത്ഥിയായി അഡ്മിഷൻ ലഭിച്ചതോടെ പഠനം തുടരുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വളരെ വിശ്വാസമുള്ള ഒരു കുട്ടിയാണ്. 57ാമത്തെ ഞങ്ങളുടെ ഷൂട്ടിംഗ് സ്റ്റേറ്റ് ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ കണ്ണന് സെക്കൻഡ് ചാൻസിലാണ് വന്നത്. പോരാത്തതിന് കണ്ണൻ ലോ കോളേജ് വിദ്യാർത്ഥി കൂടിയാണ്. ഇപ്പോൾ ഈ 9-ാം തീയതി പോയിട്ട് നമ്മുടെ തിരുവനന്തപുരം ലോ കോളേജിലെ ഒരു വിദ്യാർത്ഥിയാവാൻ പോവാണ്. പിന്നെ കണ്ണനെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാലക്കാട് പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമീണ വികസന ബാങ്കിൽ സ്വർണ്ണ പണയ വായ്പ പദ്ധതിക്ക് തുടക്കം. പദ്ധതിയുടെ ലോക്കർ റൂം ഉദ്ഘാടനവും ബാങ്ക് പ്രസിഡന്റ് SK അനന്തകൃഷ്ണൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഗോകുൽദാസ് അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർമാരായ K മധു, ഭവദാസ്, V രാജീവ്, N കൃഷ്ണൻ, PK കൃഷ്ണദാസ്, PK വാസു, CP കവിത, V ശാന്തി, റീജിയണൽ മാനേജർ സാവിത്രി, അസിസ്റ്റന്റ് രജിസ്ട്രാർ അജിത്, ഓഡിറ്റർ ശിവമുരുകൻ, കൃഷി ഓഫീസർ കാവ്യ എന്നിവർ സംസാരിച്ചു. ബാങ്ക് സെക്രട്ടറി P ജ്യോതിഷ് സ്വാഗതവും T വിനോദ് നന്ദിയും പറഞ്ഞു. എല്ലാം കൊണ്ടും നമ്മൾ വളരെ പുറകിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷം ഒരു സംസ്ഥാന സഹകരണ വകുപ്പിൻ്റെ മന്ത്രിയുടെ ഒരു നമ്മുടേതായിട്ടുള്ള ബാങ്കിൻ്റെ പെർഫോമൻസും അതുപോലെ തന്നെ കുടിശ്ശിക പിരിക്കുന്നതിലും 3ാം സ്ഥാനത്തായിരുന്നു. അത് നമ്മുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി പോയി ഒരു ക്യാഷ് അവാർഡൊക്കെ സഹകരണ മന്ത്രിയുടെ വഹിക്കൊക്കെ ഉണ്ടായി. 25,000 രൂപ ക്യാഷ് അവാർഡൊക്കെ. പക്ഷെ അതിൽ ബോർഡ് സംസ്ഥാന കാർഷിക വികസന ബാങ്കിൻ്റെ ബോർഡിനും പാലക്കാട് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് പ്രസിഡന്റാണ് ശരി, അതുപോലെ തന്നെ GM ആണ് ശരി, അതുപോലെ തന്നെ MD ആ മീറ്റിങ്ങിൽ വളരെ പാലക്കാട് ബാങ്കിനെ കുറിച്ചിട്ട് പുരോഗതിയെ കുറിച്ചിട്ട് വളരെ കാഴ്ചപ്പാടുകൾ ദീർഘവീക്ഷത്തോടുകൂടിയും അതുപോലെ തന്നെ ബാങ്കിൽ ഇപ്പോൾ വളരെ അടുക്കും ചിട്ടയോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് MDയും GM അന്ന് ആ മീറ്റിംഗ് പറയുകയുണ്ടായി. കൂനത്തറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിൽ പാലക്കാട് ഘടകത്തിന്റെ സഹകരണത്തോടെയാണ് ജീവധാര 2025 സംഘടിപ്പിച്ചത്. കൂനത്തറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജിനേഷ് കുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് E രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ KG അനിത സ്വാഗതവും മുൻ NSS പ്രോഗ്രാം ഓഫീസർ A സുധീർ നന്ദിയും പറഞ്ഞു. പാലക്കാട് ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VP ഇന്ദു, ബ്ലഡ് ബാങ്ക് കൗൺസിലർ B രഞ്ജിത്ത് രാജ്, നഴ്സിംഗ് ഓഫീസർ S പ്രിയ തുടങ്ങിയവർ നേതൃത്വം നൽകി. 48 പേർ രക്തം ദാനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.
തനിച്ച് വീട്ടിൽ താമസിച്ചിരുന്ന റിട്ടയർഡ് CISF ഉദ്യോഗസ്ഥനെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വള്ളത്തോൾനഗർ പഞ്ചായത്തിലെ പന്നിയടി പള്ളിക്കൽ കുന്നംകുളത്തിന് സമീപം താമസിക്കുന്ന കൊടാങ്കിൽ വീട്ടിൽ പരേതനായ നാരായണൻ നായരുടെ മകൻ 72 വയസ്സുള്ള വിജയനെയാണ് വ്യാഴാഴ്ച രാവിലെ നാട്ടുകാർ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തനിച്ചു താമസിക്കുന്ന ഇദ്ദേഹത്തിന് ഭക്ഷണം നൽകാൻ വേണ്ടി അയൽവാസികൾ എത്തിയപ്പോഴാണ് കട്ടിലിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ചെറുതുരുത്തി SI ജമാലുദ്ദീൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മേൽനടപടികൾ സ്വീകരിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂ. ഭാര്യ രമ, മക്കൾ വിധു, വിനു, വിദ്യ. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മാറ്റൊലി. സ്വർണ്ണവില കുതിക്കുകയാണ്. പവന് വില 80,000 പിന്നിട്ടു കഴിഞ്ഞു. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിൻ്റെ ഡിമാൻഡ് ഉയരുന്നതാണ് വില കൂടാൻ കാരണം. 2026 മുമ്പ് തന്നെ ഒരു പവൻ സ്വർണത്തിൻ്റെ വില 1 ലക്ഷം പിന്നിടുമെന്ന് ചിലർ വിലയിരുത്തുന്നുണ്ട്. നിങ്ങൾ എന്തു കരുതുന്നു? മാറ്റൊലിയിലേക്ക്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ചയാണ് പ്രധാന കാരണം സ്വർണം വില കൂടുന്നതിന്. കാരണം ഇന്ത്യയിൽ വളരെയധികം സ്വർണം ഉപയോഗിക്കുന്നുണ്ട്. അതനുസരിച്ച് ആൾക്കാർ വാങ്ങാനായും ശ്രദ്ധിക്കുന്നുണ്ട്. ഈ US ഡോളറിന്റെ വിലക്കയറ്റമാണ് ഇന്ത്യൻ രൂപയുടെ വില കുറയാനുള്ള ഏറെ കാരണം. ഇത് പ്രകാരം ഇറക്കുമതി ചെലവ് വളരെയധികം കൂടുതലാണ്. ഈ ഗോൾഡ് ഇറക്കുമതി ചെയ്യുമ്പോൾ അതിന്റെ ഇറക്കുമതി ചെലവും അതോടൊപ്പം തന്നെ ഇത് ഉപഭോക്താക്കളുടെ കയ്യിലേക്ക് എത്തുമ്പോൾ അതിന്റെ ഇരട്ടി പൈസ ആവും ചെയ്യുന്നുണ്ട്. ഇതൊരു പ്രധാന കാരണം തന്നെ പറയാം നമുക്ക്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് പ്രധാനമായും ലോകബാങ്കുകളെല്ലാം ആദ്യമെല്ലാം ക്യാഷ് ആയിരുന്നു ഡെപ്പോസിറ്റായി ഉപയോഗിച്ചത്. ബോണ്ടുകളും ക്യാഷുകളൊക്കെ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ സ്വർണം ഒരു സ്ഥിര നിക്ഷേപമായി കണ്ട് അവരെല്ലാവരും ഇതിന് നല്ല ഡിമാൻഡ് വർദ്ധിക്കുകയാണ്. അതനുസരിച്ച് ലോകരാജ്യങ്ങളിലും എല്ലാവർക്കും സ്വർണത്തിന് ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് അവൈലബിലിറ്റി കുറയാനായി തുടങ്ങും. അതിനനുസരിച്ചാണ് ഇന്ത്യയിൽ വില ഇൻഫ്ലേഷൻ കൂടിയത് കൊണ്ടാണ് ഈ സ്വർണത്തിന് വില കൂടാനുള്ള പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഓണക്കാല സ്പെഷ്യൽ ഡ്രൈവ്. പാലക്കാട് ജില്ലയിൽ രജിസ്റ്റർ ചെയ്തത് 195 അബ്കാരി കേസുകളും 78 മയക്കുമരുന്ന് കേസുകളും. കേസുകളുമായി ബന്ധപ്പെട്ട് 231 പ്രതികൾ അറസ്റ്റ്. സ്വകാര്യ സർവകലാശാല ബിൽ അനന്തമായി നീളുന്നത് ഗവർണർ ഒപ്പിടാത്തതാണെന്നും ഇത് സംബന്ധിച്ച കേസ് കോടതിയിൽ തുടരുകയാണെന്നും മന്ത്രി R. ബിന്ദു. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഭാവി മുൻനിർത്തി 2031 കോട്ടയത്ത് വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിക്കുമെന്നും മന്ത്രി. സെമിനാറിൽ സമ്പൂർണ്ണവും സൗജന്യവുമായ ഇന്റേൺഷിപ്പ്, പെയ്ഡ് ഇന്റേൺഷിപ്പും സംഘടിപ്പിക്കുമെന്നും R. ബിന്ദു. ഒറ്റപ്പാലത്ത് വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപിച്ച് മുസ്ലിം ലീഗ്. നഗരത്തിൽ പ്രതിഷേധ സദസ്സ്. CPM നിർദ്ദേശപ്രകാരം അന്തിമ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടിന് നഗരസഭാ സെക്രട്ടറി കൂട്ടുനിന്നെന്നും ലീഗ് നേതാക്കൾ. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ എന്ത് നെറുകേടിനും മടിയില്ലാത്ത പാർട്ടിയാണ് CPM എന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം. വേടനെതിരായ പരാതികളും വിവാദങ്ങളും കുടുംബത്തെ ബാധിച്ചെന്ന് സഹോദരൻ ഹരിദാസ് മുരളി. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് ഗൂഢാലോചനയുണ്ടെന്ന സംശയത്തെ തുടർന്ന്. വേടൻ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം ചിലരെ അസ്വസ്ഥരാക്കുന്നു. നിയമ പോരാട്ടം തുടരുമെന്നും ഹരിദാസ് മുരളി. നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ മങ്കര വാതക ശ്മശാനം യാഥാർത്ഥ്യത്തിലേക്ക്. പദ്ധതി പ്രാവർത്തികമാകുന്നത് 2016 KV വിജയദാസ് MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 45 ലക്ഷം രൂപ ചെലവഴിച്ച്. ഏറെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഷൊർണൂർ കുളപ്പുള്ളി പാതയിലെ കുഴികളിൽ ടാറിംഗ് പ്രവൃത്തികൾക്ക് തുടക്കം. സംഗീതസാഗരം തീർക്കാൻ ഒരുങ്ങി ചെമ്പൈ ഗ്രാമം. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ 129ാം ജന്മദിനാഘോഷം സെപ്റ്റംബർ 13, 14 തീയതികളിൽ. സംഗീത സംഗമത്തിൽ പങ്കെടുക്കുന്നത് 200-ൽ പരം ഗായകർ. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കാളികൾ. ആഘോഷങ്ങൾ ഏതുമാകട്ടെ, വിളിപ്പുറത്തെത്തും ഷൊർണൂർ കുടുംബശ്രീയുടെ റെഡ്മി ടീം. ടീമിൽ ഷൊർണൂർ നഗരസഭയുടെ വിവിധ വാർഡുകളിൽ നിന്നായി 20 കുടുംബശ്രീ അംഗങ്ങൾ. സംരംഭം പാലക്കാട് ജില്ലയിൽ തന്നെ ആദ്യത്തേത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.